ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ലവ്. നമ്മുടെ വീഡിയോ ഇന്നത്തെ ബാക്കിൽ ചെറിയ രസമുണ്ട്. ക്ഷമിക്കണം, നമ്മൾ വീഡിയോ എടുത്തിട്ട് മേക്കപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇൻട്രോ വെക്കണേ. അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, വെള്ളം കഴിഞ്ഞാലാണ് മാറ്റണം അതൊക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ മോഡസ്റ്റ് മേക്കപ്പ് ലുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. മോഡസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം, കുഴപ്പമില്ല. കാരണം ആധുനിക രീതിയിലുള്ള മേക്കപ്പ് ടെക്നിക്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ ആവട്ടെ. അപ്പം നമ്മൾ സമയം കൂടുതൽ എടുക്കുന്നൊന്നുമില്ല, കാരണം എത്തിച്ച വീഡിയോ തന്നെ കുറേ ഉണ്ട്. ലൈക്ക് ഇച്ചിരി പാടുന്ന കുഴപ്പമില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഈ മേക്കപ്പ് എന്നിട്ട് പറഞ്ഞു നല്ലതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ മേക്കപ്പ് വീഡിയോ ആണോ, എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. കമൻറ്റ് ചെയ്യണോട്ടാ. ഓക്കെ, കണ്ടിട്ട് കമൻറ്റ് ചെയ്യാണ്ട് പോകരുത്. അപ്പം നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ ഐ ഷാഡോ ഒക്കെ സെറ്റായിട്ട് എങ്ങനെ വിങ് എഴുതാം. ഇനി വെൽക്രോ റോളേഴ്സും കൊണ്ട് എന്താണ് എങ്ങനെയാണ് കർട്ടൻ ബാങ്ക്സ് ചെയ്യണത്, അതുകൊണ്ട് കർട്ടൻ ബാങ്ക്സ് എങ്ങനെ കേൾ ചെയ്യണത്, പിന്നെ എങ്ങനെ കുറേ ലിപ്സ് ഇടാം, ബ്ലഷ് എങ്ങനെ നല്ല രീതിക്ക് ഇടാം എന്നുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ ഇങ്ങനെ നല്ലൊരു മേക്കപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നെല്ലൊക്കെ കാണിക്കണം കേട്ടോ. ടൈമറില്ല, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്, കൺസീലർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ അധികം ഐ ഷാഡോ യൂസ് ചെയ്തില്ല, കാരണം ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഷിമറി ഐ ഷാഡോ ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലേ, അത് മാത്രം നമ്മളൊരു ഐ ഷാഡോ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ലിപ് ലൈനർ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ലിപ് ലൈനർ എഫക്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തത് പ്ലംപാണ്, പ്ലം ലിപ്സ് എഫക്റ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പറയാം അങ്ങനെയായോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. അപ്പം ഞാൻ സമയം ഇപ്പോൾ 2 മിനിറ്റായി. അപ്പം നിങ്ങൾ വേഗം തന്നെ വീഡിയോയിലേക്ക് വാട്ടം. അപ്പം ഇത് വെച്ചിട്ട് കർട്ടൻ ബാൻസ് ഇങ്ങനെ റോൾ ചെയ്യുന്നതാണ് മനസ്സിലായി. ഓക്കെ, ഏറ്റവും നമ്മൾ കുറച്ച് ഭാഗം എടുക്കാം. കുറച്ച് നമ്മൾ കർട്ടൻ ബാൻസിന് ഫ്രണ്ട് ഇതെടുക്കാം. ഓക്കെ, അവിടെ ഒരു ഇച്ചിരി കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ഇത്തിരി കൂടി കൊടുക്കാമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വെൽക്രോ റോളേഴ്സ് പേരൊരു മാറിപ്പോകും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു പകുതി വെച്ചിട്ടോ, ഇത് പുറത്തൊരു ഇങ്ങനെ വയ്ക്കുക. കഴിഞ്ഞിട്ടിത് റോൾ ചെയ്ത് കർട്ടൻ ബാൻസ് ആട്ടോ ഞാൻ എങ്ങനെ റോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വയ്ക്കാം. പിരിഞ്ഞിരിക്കും നമുക്ക്. പിന്നെ ഇത് പോരാണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമല്ല, അതിന് നമ്മൾ ഇവിടെ കയറ്റി ക്ലിപ്പ് ചെയ്ത് ഇവിടെയും കയറ്റി ക്ലിപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ ആയിട്ട് വേണം കയറ്റി ക്ലിപ്പ് ചെയ്താൽ അതാണെന്നാണെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഏറ്റവും നമുക്ക് ടോണർ അടിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ മറ്റേ ഡ്രിപ്പായിട്ടാണ് വരുന്നത്, എൻ്റെ ടോണർ മേടിച്ചപ്പോൾ ഇങ്ങനെ തുള്ളിയായിട്ട് വരണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആക്ച്വലി ഒരു ബോട്ടിൽ തീർന്നു. നമുക്ക് അതിനകത്ത് ഒഴിച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ട് അത് കഴുകിയെടുത്ത് അതിനകത്ത് ഒഴിച്ച് ചെയ്യണം. എൻ്റെ ഉള്ളിൽ റോസ് വാട്ടറാണ്, പിന്നെ ഞാൻ റോസ് വേരിട്ടാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ടോണർ ഒന്ന് വലിയ ചെറുതായിട്ടൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യണത് നിവ്യയുടെ സോഫ്റ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. തല തിന്നായിരിക്കും നിങ്ങൾക്ക് കാണണ്ട. ഓക്കെ, പിന്നെ അവിടെ ഇവിടെ അറിയണ രീതിയിലുള്ള മേക്കപ്പ് നിങ്ങളിങ്ങനെ നമ്മൾ കഴുത്തിലും ഇടണം. എടുത്തിട്ടുണ്ടോ എടുക്കണോളൂ. നെക്സ്റ്റ് ഇതിൽ ഫൗണ്ടേഷൻ ഇല്ല, സ്കിൻ ടിൻ്റെ ഉള്ളൂ. എന്നൊക്കെ ഒരു ഇച്ചിരി ഡാർക്കാണ്, ഡാർക്ക് സ്കിൻ.
ഓക്കെ, അപ്പോൾ ഞാൻ ചങ്ങും ചേരില്ല, ഇതെടുക്കും. ഇത് SPF സ്കിൻ ടിൻ്റ് ആട്ടോ, സ്കിൻ ടിൻ്റ് SPF 50 PA++. ഓക്കെ, ഇത് മറ്റേ ഗ്ലോ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാണ്, എനിക്കറിയില്ല. ഇത് കുറച്ചിങ്ങനെ കയ്യിൽ കുറച്ചെടുക്കും കേട്ടോ, കുറച്ച് ഈ അടുത്തൊക്കെ വേസ്റ്റ് ആയിട്ട് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താ ഇതിന് ഈ സ്കിൻ ടിൻറ്റിന് ഷെയ്ഡ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഗ്ലോ ചെറുതായിട്ടൊക്കെ കിട്ടില്ലേ. ഇനി ബ്ലഷ് ഇടാം കേട്ടോ. ബ്ലഷിന് ഞാനൊരു ലിപ്സ്റ്റിക്, സ്റ്റുഡിയോന്റെ ലിപ്സ്റ്റിക് തന്നെ എടുക്കണം. മാറ്റ് റിച്ച് വെയിൻ ആർബൺ എന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഇനി ഞാൻ ബ്ലഷ് എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഭാഗത്തിട്ട് കേട്ടോ, കണ്ണാടിയുടെ ഇവിടെ ഇങ്ങനെ ഒരു കുത്തിടും, എന്നിട്ട് ഇവിടെ ശരിക്കും ഡാർക്കായിട്ട് ഇടും കേട്ടോ ആ കുത്ത്. ഇനി പിന്നെ ചെറുതായിട്ട് ലൈറ്റ് അതിൽ ലൈറ്റ്, പിന്നെ ഭയങ്കര ഡാർക്ക്, എനിക്ക് ചെറിയ ലൈറ്റ്, ഭയങ്കര ലൈറ്റ്, അങ്ങനെയാണ് ഒരു. ഇപ്പം എല്ലാവർക്കും ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബ്ലഷ് ഇടാം കേട്ടോ. ഇനി നമുക്ക് എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്യാം. എൻ്റെ ആക്ച്വലി പറഞ്ഞാൽ 2 ഐബ്രോ പെൻസിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഡാസ്ലറിൻ്റെ, മറ്റേ ഇവിടേക്ക് ഇങ്ങനെ കറുത്തിട്ടൊരു സംഭവം, അതിൻ്റെ പെയിൻ്റൊക്കെ പോയി ഡാസ്ലറിൻ്റെ ഏതെങ്കിലുമൊക്കെ പോയി അറിയില്ല. ഇനിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈനും അത് വരച്ചിട്ടു. അപ്പോൾ ആ ഒരു കളർഫുൾ വേറെ ഐബ്രോസ് ഇതുപോലെയാണ് യൂസ് ചെയ്തത്. അപ്പം മനസ്സിലായില്ലേ, അതാണ് കളർ. നമുക്ക് ഇതിട്ട് കൊടുക്കാം, ഐഷാഡോ ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ ഡാസ്ലറിൻ്റെ മറ്റേ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ഷെയ്ഡില്ലേ, DLC 025, അതാണ്. ഞാനിപ്പോൾ കാണാപ്പാടം വെച്ചു. ഓക്കെ, കാണാപ്പാടം പഠിച്ചിട്ട് കടയിൽ ചെന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ കുറച്ചിങ്ങനെ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം, ചെറുതായിട്ടിട്ട്. അപ്പം വലിയ രീതിക്ക് അറിയുന്ന രീതിക്ക് നോക്കാം. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ താഴത്തെ ഐലിഡിലും ഇവിടെ കൂടെ ചെറിയ രീതിക്ക് ചെയ്ത് നോക്കാം. നേരിയ രീതിക്ക് ചെറുതായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ഐഷാഡോ ചെയ്യുമ്പം സെയിം തിങ് ഇവിടെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞാനവിടെ ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതെടുത്തിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെ തട്ടിക്കൊടുത്തു, ആക്സസ് തട്ടിക്കൊടുത്തു. നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. കുറേ ലിപ്സ് എങ്ങനെയാണ് ചെയ്യണം കാണിച്ചാൽ, നിങ്ങൾ ഏത് ഷെയ്ഡ് വേണമെങ്കിലും കൊടുത്തോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലിപ്സിൻ്റെ ഉള്ളിലില്ലേ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ലിപ്സിൻ്റെ ഉള്ളിൽ ലിപ്സ് ഡ്രൈ ആണ് വേറെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അത് ഉള്ളിലിടാം, പിന്നെ ഒന്നും ചെയ്യരുത്. കൊറിയൻ ലിപ്സ് കിട്ടും, എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഒരു പ്ലം ലിപ്പ് എഫക്റ്റാണ് ചെയ്യാൻ നോക്കണമെന്ന് ഒരു വെക്കാൻ എനിക്കറിയില്ല. ഇനി നമുക്ക് ആ പറഞ്ഞ സാധനം ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് തന്നെ എടുക്കാം. എന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് ബ്ലെൻഡ് ചെയ്ത് വെക്കാം. കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഞാൻ ബ്ലാക്കാണ് എടുക്കണത്, ഞാൻ പറഞ്ഞ പോലെ അതാണ് എടുക്കണത്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഏത് ലിപ് ലൈനർ ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഒരു ഔട്ടർ ലൈൻ ഇല്ലേ അതൊന്ന് വരച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഭയങ്കര ഇതെന്തിട്ടത് എന്നൊക്കെ വിചാരിക്കും. നോർമൽ. അപ്പം ആ ചുണ്ട് ഡ്രൈ ആയിരിക്കണോണ്ടും ലിപ്സ്റ്റിക്ക് മാറ്റ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ടും നമുക്ക് കുറച്ച് ലിബാവുണ്ട്. ഇതിങ്ങനെ കിടന്നോട്ടെ. നമ്മൾ ചുണ്ടിൽ കണ്ണിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ഇതെൻ്റെ വാഷ് ഔട്ട് ലിപ്സ്റ്റിക്. ഞാൻ ഈ ലിപ്സ്റ്റിക് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാം.
നമുക്കെന്നാൽ ഉള്ളിൽ ഈ ലിപ്സ്റ്റിക് ഉള്ളിലിട്ട നമ്മൾ കുറേ ലിപ്സ് ചെയ്തിപ്പം ഉള്ളിലാക്കി അതുപോലെ ഇപ്പം ഒരു ലിപ് ലൈൻ ചെയ്തില്ലേ അതൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നമുക്ക് അറ്റാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് അത്ര തെളിവില്ല, ഞാൻ പറഞ്ഞില്ലേ വലിയ കളറിൽ ഇത് ഉണ്ട്. സെറ്റാവുന്ന കഴിയില്ല, നോക്കാം. ഇനി ലിപ്സ്റ്റിക്ക് കേട്ട് ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാക്കാം. കണ്ണിൻ്റെ ഇവിടെ കേട്ടോ, ഇവിടെ നമ്മൾ വരച്ചു കൊടുക്കാം. ഞാൻ വരച്ചു കൊടുത്തിട്ട് ഓക്കെ. അപ്പം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐലൈനർ ചെയ്യാം. ഇപ്പം എല്ലാവർക്കും ഒരു ഫോക്സി അങ്ങനത്തെ ഒരു ഐലൈനർ ടിപ്പാണ് എല്ലാവർക്കും ഇഷ്ടം. ലൈക്ക് അങ്ങനെ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കെന്താ അങ്ങനെ ചെയ്യാം. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. മസ്കാര ഓക്കെ, ഞാൻ മസ്കാരയും ഇട്ടു. അത്യാവശ്യം കാണില്ലേ. നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. നമുക്കാണെങ്കിൽ ഒരു ഫൈനലായിട്ട് പൗഡർ സെറ്റ് ചെയ്യാം. ആ ഒരു കേളായിട്ട് കേൾക്കുന്നുണ്ട്. ഷിമ്മർ ആവശ്യം എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നമ്മൾ ചെയ്തില്ലേ ചെറിയൊരു കുത്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ അറ്റത്തേക്ക് ചെറിയൊരു കുത്തെടുക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ മേക്കപ്പ് വീഡിയോ. നല്ലൊരു സില്ലും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി, ഇഷ്ടപ്പെട്ടോ നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും കമൻറ്റ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യില്ല, ഭയങ്കര വിഷമമായിട്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. ടാറ്റാ.